എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദേശാഭിമാനി പത്രത്തിന്റെ മെയിൻ സ്റ്റോറി മറ്റൊന്നാവാൻ തരമില്ല. അതുതന്നെയാണ് പിണറായി നയിക്കും. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അതല്ലാതെ മറ്റൊരാളില്ല. അതാണ് കാരണം പിണറായി വളരെ നേരത്തെ തന്നെ വളരെ ആസൂത്രിതമായി രണ്ടാം നിര നേതാക്കളെ ആരെയും വളർത്തിയിരുന്നില്ല. തനിക്ക് ശേഷം തൻ്റെ മരുമകൻ മാത്രം വന്നാൽ മതി എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പിണറായി വിജയന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും. അപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. പിണറായി അല്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, പിണറായി അല്ല ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കുന്നെങ്കിൽ പിന്നെ ആരാവും നയിക്കുക? അങ്ങനെ ഒരു പേര് നമ്മുടെ മുന്നിലില്ല. കാരണം പിണറായി അങ്ങനെ ഒരു പേര് വരുത്തിയിട്ടില്ല. പിന്നെ അതൊക്കെ തീരുമാനിക്കുന്നത് പിണറായി തന്നെയാണ്, അല്ലേ? CPM എന്ന് പറഞ്ഞാൽ CPM-ന് ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, അല്ലെങ്കിൽ PB ദേശീയ ജനറൽ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി, അങ്ങനെ ഒരുപാട് ഇവരുടെ എന്താ പറയാ മേലെ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാറ്റിനെയും അധിപൻ, ഇവിടുത്തെ ഏകാധിപതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇത് പാർട്ടിക്കുള്ളിലുള്ള ആർക്കും സംശയമില്ല. MA ബേബി പോലും പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത ദാസനാണ്. അപ്പൊ പിന്നെ പിണറായി തീരുമാനിക്കുന്നു, പിണറായി തന്നെ ഇറങ്ങുന്നു. അപ്പൊ പിണറായിക്ക് അറിയാം എന്താണ്, പിണറായിക്ക് എന്താ അറിയാൻ പോകുന്നത്? താൻ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് പിണറായിക്ക് അറിയാം. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. ഈ രണ്ട് അറിവുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് ഒരു പ്രീ പോൾ സർവേ, ഇത് നമ്മുടെ എന്താ പറയാ പത്രങ്ങളിലൊന്നും അങ്ങനെ അത്ര പ്രാധാന്യത്തോടെ വന്നിട്ടില്ല. പക്ഷെ പത്രങ്ങളെക്കാൾ, ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പോലെ, പത്രങ്ങളെക്കാൾ, പരമ്പരാഗത TV ചാനലുകളെക്കാൾ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, ചർച്ച ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് മുഴുവനും സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യത്യസ്തങ്ങളായ വാർത്തകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായ ഒരു സർവേ ഫലമാണ് ലോക് പോൾ പുറത്തുവിട്ട പ്രീ ഇലക്ഷൻ സർവേ ഫലം. വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. ഈ നിരീക്ഷണങ്ങളിലൊക്കെ, അതായത് വ്യത്യസ്ത രാഷ്ട്രീയ ചായ്വുകളുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പോലും വീണ്ടും മൂന്നാം തവണയും പിണറായി തന്നെ വരും എന്ന് അധികമാരും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും സാധ്യത UDF-ന് തന്നെയാണ് സാധ്യത പറയുന്നത്. പിന്നീട് ഒരു ചോദ്യം ഉത്ഭവിക്കുന്നത്, BJP-യുടെ പ്രവർത്തനം എങ്ങനെ? BJP എത്ര സീറ്റ് നേടും? BJP ഒരു സീറ്റും നേടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി BJP ചില സീറ്റുകളൊക്കെ പിടിക്കും. പക്ഷെ എത്ര? BJP പറയുന്നു ഒരു 35-40ഓളം സീറ്റുകൾ BJP പിടിക്കുമെന്ന് BJP പറയുന്നു. അത്രക്കൊന്നും ഇല്ലെങ്കിലും കുറച്ച് സീറ്റുകളൊക്കെ BJP പിടിക്കുമെന്ന് BJP-യുടെ ശക്തരായ എതിരാളികൾ പോലും പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വളരെ കൃത്യമായ എന്താ പറയാ ഒരു ലോക് പോൾ സർവേ ആണ്. ആ സർവേ റിപ്പോർട്ട് അനുസരിച്ച് വമ്പൻ പ്രവചനങ്ങളുമായി പുതിയ സർവേ 100 തൊടാൻ UDF-ന് ആകില്ല, പരമാവധി 86 സീറ്റ് വരെ എന്നാണ് ഇതിനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിന്റെ ഓൺലൈൻ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. പരമാവധി 86 സീറ്റുകൾ മതിയല്ലോ, പരമാവധി 80. അപ്പൊ സതീശൻ 100 എന്നൊക്കെ പറയുന്നു. നമ്മൾ 100 എന്നൊക്കെ പറയുമ്പോൾ 100 എന്നെ കിട്ടിക്കോളണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ UDF-ന് 100-ന് പകരം 99 സീറ്റ് കിട്ടിയാൽ അന്തംഗമികൾ എന്തെങ്കിലും പറയാം? അന്തംഗമികൾ പറയും UDF തോറ്റു. സതീശൻ പറഞ്ഞിരുന്നു 100 സീറ്റ് കിട്ടുന്നു, 99 കിട്ടിയിട്ടുള്ളൂ, അതിന്റെ അർത്ഥം എന്താണ്? UDF തോറ്റു എന്ന് പറയുന്ന മരമാക്രികളാണ്, ഊളകളാണ് CPM-കാർ എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്തായാലും ഈ സർവേ പറയുന്നത് 100 UDF-ന് കിട്ടില്ല. എത്ര വരെ കിട്ടും? 86 വരെ കിട്ടുമെന്നാണ് ഈ ലോക് പോൾ സർവേ ഫലം, പ്രീ പോൾ സർവേ ഫലം എന്ത് ചെയ്യുന്നത്, പ്രവചിക്കുന്നത്. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രവചിച്ച് ലോക് പോൾ പുറത്തുവിട്ട പ്രീ ഇലക്ഷൻ സർവേ ഫലങ്ങൾ ഭരണകക്ഷിയായ LDF-നെ പിന്നിലാക്കി UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സർവേ പ്രകാരം ആകെയുള്ള 140 സീറ്റുകളിൽ 81 മുതൽ 86 വരെ, അങ്ങനെയാണ് 81 മുതൽ ഏറ്റവും മിനിമം 81 കിട്ടും, 86 വരെ പോകാം സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുക്കും. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDF-ന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. LDF-ന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് ഈ ലോക് പോൾ പ്രീ പോൾ ഫലം പറയുന്നത്.
അത് തന്നെ എങ്ങനെയെന്നാണ് എന്റെ സംശയം. ഇത് എങ്ങനെ ഇപ്പൊ 51 മുതൽ 59 വരെ എന്നൊക്കെ കിട്ടുക? കാരണം ഏറ്റവും അവസാനം LDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ എന്ത് തെണ്ടിത്തരം എന്ത് ചെറ്റത്തരം ചെയ്തു കഴിഞ്ഞാലും ഈ ഇലക്ഷനോട് അടുക്കുമ്പോൾ നമ്മൾ ഡീസന്റ് ആവാറുണ്ടല്ലോ. അങ്ങനെയാണ് സാധാരണ നമ്മൾ എന്തൊക്കെ വൃത്തികേട് എന്തൊക്കെ തെണ്ടിത്തരം ചെയ്താലും ഒരു ഇലക്ഷനോട് ഇങ്ങനെ സമീപിക്കുമ്പോൾ നമ്മൾ നല്ല ഡീസന്റ് ആവും, നമ്മൾ വലിയ മാന്യന്മാരാവും. മറ്റേ വളരെ കർക്കശക്കാരനായ ആൾക്കാരുടെ മുഖത്തൊക്കെ ചിരി വരും. പിണറായിനെ ചിരിപ്പിക്കാൻ അതാണ് മോഹൻലാലിനെ കൊണ്ടുവന്ന് പിണറായി കഷ്ടപ്പെട്ട് ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നല്ലതാണ്. അപ്പോൾ പിണറായി എന്ന് പറയുമ്പം ഒരു കർക്കശക്കാരനായ കണ്ണുരുട്ടുന്ന കടക്ക് പുറത്ത് മാറി നിൽക്ക് അല്ലേ, നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് പിണറായി എന്ന് പറയുമ്പോൾ പത്രക്കാരുടെ കടക്ക് പുറത്ത് TP ചന്ദ്രശേഖരൻ മരിച്ചിട്ട് പോലും അയാൾ കുലംകുത്തിയാണ് അല്ലെ, താമരശ്ശേരി ബിഷപ്പിന്റെ നോട് നികൃഷ്ട ജീവിയാണ്, പരനാറി അല്ലെ പ്രേമചന്ദ്രനെ. അപ്പൊ ഇങ്ങനെ വളരെ വളരെ എന്താ പറയാ ഒരു തരത്തിലുള്ള ജനാധിപത്യ ബോധവുമില്ലാതെ തെറി പറയുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പൊതുസമൂഹത്തിന് അറിയാം. പരനാറി എന്നൊന്നും ഇതിനു മുമ്പ് ഒരു മന്ത്രിയും മറ്റൊരു ജനപ്രിയ നേതാവിനെ വിളിച്ചിട്ടില്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് പോലും കുലംകുത്തി എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ചത് പിണറായി വിജയൻ മാത്രമാണ്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. പക്ഷേ പിണറായി വിജയൻ അറിയാം ഇമ്മാതിരി മീന്തയുമായി അല്ലെങ്കിൽ ഇമ്മാതിരി മോന്തയുമായി മൂന്നാം തവണ വന്നാൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിയുമെന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ലാലേട്ടനെ കൊണ്ടുവന്ന് ഇവർ തന്നെ, അതായത് പിണറായി വിജയന്റെ ഓഫീസ് തന്നെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ലാലേട്ടൻ പറയുകയായിരുന്നു. കാരണം ലാലേട്ടൻ അങ്ങനെയാണ് പരിചയം. ലാലേട്ടന് സ്വതസിദ്ധമായ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗ ശൈലിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ശൈലിയൊന്നും ലാലേട്ടന് ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ വളരെ കൃത്യമായി അഭിനയിക്കാൻ അറിയാം. അതേപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ ഈ പിണറായിയുടെ ഓഫീസ് എഴുതി കൊടുത്ത, പിണറായിയെ സുഖിപ്പിക്കുന്ന, പിണറായിയെ വാഴ്ത്തുന്ന, പിണറായിയുടെ കഥകൾ പറയുന്ന, കണ്ണീരിന്റെ കഥകൾ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിച്ചു. ലാലേട്ടൻ അത് വളരെ ഭംഗിയായി ചോദിച്ചു. അതിന് വളരെ ഭംഗിയായി പിണറായി വിജയനും മറുപടി പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏതായാലും ഈ സർവേ ഫലമനുസരിച്ച് ഞാൻ പറഞ്ഞത് അതായിരുന്നല്ലോ. അതായത് സാധാരണ ഇലക്ഷനോട് അടുപ്പിച്ച് ആൾക്കാരൊക്കെ നന്നാവാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. മുണ്ടക്കൽ ശേഖര ഒന്ന് നന്നായിക്കൂടെ എന്ന് ചോദിക്കുന്ന പോലെ മുണ്ടക്കൽ ശേഖരന്മാരൊക്കെ ഒന്ന് നന്നാവാറുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുണ്ടക്കൽ ശേഖരനും പിണറായി വിജയന്റെ പാർട്ടിയും, പിണറായി വിജയൻ നന്നാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ താഴെയുള്ള പിണറായി വിജയന്റെ ഈ ഗുണ്ട ടീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഊള ടീമുകൾ ഉണ്ടല്ലോ, അവരൊന്നും നന്നാവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇയാൾ മുതൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മുതൽ ഇങ്ങോട്ടേക്ക് വീണ ജോർജ് വരെ, വീണ ജോർജിന്റെയും AN ഷംസീറിന്റെയും നാടകം നമ്മൾ കണ്ടതാണല്ലോ അല്ലെ. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന വീണ ജോർജിന്റെ ഈ അഭിനയം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീണ ജോർജിന്റെ ഈ അഭിനയമല്ല, യഥാർത്ഥത്തിലുള്ള കാര്യമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കും? ഈ ICUലൊക്കെ പോയി കിടന്നു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിച്ചിരുന്നു ചിലപ്പോൾ കഴുത്തിന് വേദന ഉണ്ടാവും. പണ്ടേ കഴുത്ത് ദുർബലയാണ് വീണ ജോർജിന്റെ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണെന്ന് തോന്നുന്നു ഈ കഴുത്തിന് ഇങ്ങനെ നെക്ക് കോളറൊക്കെ ഇട്ടുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവരുടെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ കഴുത്ത് ചിലപ്പം വെട്ടുമ്പൊക്കെ, കാരണം ഇവർക്ക് കഴുത്ത് വല്ലാണ്ട് ഒരു തിരിഞ്ഞുകളിയാണ്, കഴുത്ത് ഇങ്ങനെ ഉരുട്ടിക്കളിയാണ് വീണ ജോർജിന്. അപ്പം ചിലപ്പോൾ കഴുത്ത് ഉളുക്കി പോയിട്ടുണ്ടാകും. പക്ഷേ ഒരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിലെ 13 വിദഗ്ധ ഡോക്ടർമാർ, HODമാർ, അവര് തലേ ദിവസം രാത്രി ഇത് വളരെ അപകടകരമായ ഒരു നിലയിലാണ് എന്നും കശേരികൾക്കൊക്കെ പ്രശ്നമാണ് എന്നും ദീർഘനാൾ വിശ്രമിക്കണമെന്നും ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാണ് എന്നും ഒക്കെ പറഞ്ഞിട്ട് 4-5 മണിക്കൂറിന് ശേഷം എണ്ണീറ്റ് പോവുകയാണ്, കാറിൽ പോവുകയാണ്, 100-400 കിലോമീറ്റർ ഓടിച്ചു പോവുകയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇത് കള്ളത്തരാണെന്ന്. നമ്മളൊരു നാടകം കളിക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് വിജയിപ്പിക്കാൻ നോക്കണ്ടേ അല്ലേ? പ്രത്യേകിച്ച് പഴയ പോലെയല്ല. ഇപ്പൊ എല്ലാവരും കണ്ണു തുറന്ന് കാണുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇവര് യൂത്ത് കോൺഗ്രസ്സുകാര് വീണ ജോർജിനെ അടിച്ചു എന്ന് പറയായിരുന്നല്ലോ. കാരണം ഇത് 10-30ഓളം ക്യാമറകള്, CCTV ക്യാമറകള്, ഇതിന്റെയൊക്കെ വെളിച്ചത്തില് അങ്ങനെ ഒരു ദൃശ്യം പോലും ഇല്ലാതിരുന്നിട്ടും ഇവര് പറഞ്ഞു അടിച്ചും ആയുധം കൊണ്ട് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം അതൊക്കെ പൊളിയാണ്. പോലീസാകെ പ്രശ്നത്തിലാണ്.
ഇത് പിൻവലിക്കാൻ പോവുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, അതായത് വധശ്രമം, ഈ KSUക്കാർക്കെതിരെ വധശ്രമ കേസ് പിൻവലിക്കാൻ പോവുകയാണ്. കാരണം ഈ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് കഴുത്തിന് അത്തരത്തിലുള്ള ഒരു പാട് പോലും ഇല്ല, കഴുത്തിലൊരു പാട് പോലുമില്ല. അപ്പോഴാണ് ഈ ടിക്കറ്റ് കൊണ്ട് ഇടിച്ച് കഴുത്ത് പിടിച്ച്, അങ്ങനെയല്ലേ നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, കഴുത്ത് പിടിച്ച് ഒടിച്ചു, തിരിച്ചു, വളച്ചു. MV ജയരാജൻ എന്താ പറഞ്ഞത്? അപ്പൊ ഇതാണ് നമ്മുടെ CPM സംബന്ധിച്ചിടത്തോളം. CPM ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇത്തരം അടിമകളാണ് കേട്ടോ, അത്ര അടിമകളാണ്. അപ്പൊ ഏതായാലും ഇത്തരം അടിമകളുടെ ഈ വ്യാഖ്യാനങ്ങളോടെ ഓരോ ദിവസവും CPM ഇങ്ങനെ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്യുന്നത്, ആ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത്, എങ്ങനെയാണ് ഈ 59 വരെ കിട്ടിയേക്കുന്നൊക്കെയാ പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് ഈ മനുഷ്യൻ തന്നെയാണ് മൂന്നാമത് ഇറങ്ങുന്നത്. അതാണ് വേറൊരു രസം. ഇതാണ് വേറൊരു രസം. പിണറായി വിജയൻ തന്നെയാണ് നയിക്കാൻ പോകുന്നതെന്ന് കണ്ടാൽ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും വോട്ട് ചെയ്യും. നമുക്കിപ്പോ ഒരുപക്ഷെ മൂന്നാം തവണ പിണറായി വിജയനല്ല, ഞങ്ങൾ മറ്റൊരു നേതാവിനെയാണ് രംഗത്തിറക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിയാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ഈ മാരണം തന്നെയാണല്ലോ പിന്നെയും വരുന്നത്. അപ്പൊ പിന്നെ ആരാ വോട്ട് ചെയ്യുക? അപ്പൊ ഏതായാലും ലോക്പോളിന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ 59 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നുള്ളത്. പിന്നെ ബി ജെ പി നയിക്കുന്ന NDA 2 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. 2 സീറ്റ്, 40, 35, 40, 50 ഒന്നും കിട്ടൂല. അവർക്ക് 2 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. BJPക്ക് 2 സീറ്റ് കിട്ടിയാൽ തന്നെ ലാഭമാണ്. അതാണ് വേറൊരു കാര്യം. BJPക്ക് 2 സീറ്റ് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. 2 സീറ്റ് കിട്ടിയാൽ തന്നെ ലാഭമല്ലേ? കാരണം BJP ഇവിടെ എന്താ പറയാ, അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, ഇനി തുറപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞോടത്തില് BJP 2 സീറ്റ് കിട്ടിയാൽ തന്നെ ബാക്കിയുള്ളവരുടെ എന്തിന് ഈ 2 എണ്ണം പോരെ? നല്ല 2 എണ്ണം പോരെ? അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഇനി ശതമാനക്കണക്ക് പറയുന്നുണ്ട്. UDFന് 43 മുതൽ 45% വരെ, അങ്ങനെയാണ് കേട്ടോ. UDFന് 43 മുതൽ 45%, LDFന് 39 മുതൽ 41%, NDAക്ക് 13 മുതൽ 15%. NDA അത് BJP എന്ന് പറഞ്ഞാൽ BJP തന്നെ ഉള്ളൂ. പിന്നെ BDJS ഉണ്ട്. ഇവർക്ക് 15% വരെ എന്നാ പറയുന്നത്. 15% ഇപ്പം തന്നെ ഇവർക്ക് ഒരു എന്താ പറയാ, ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് 15% കിടക്കുന്നുണ്ട്. പല സ്ഥലത്തും 15% കൂടുതലുണ്ട്. ഓക്കെ, ഇനി തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരം. അതാണ് ഇവരുടെ ഈ ലോക്പോൾ സർവേയുടെ കണ്ടെത്തൽ. തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരം. ശരിയാണല്ലോ അല്ലെ? ഇതില് ഒരു തകരാറില്ല. സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ച വൻ വിവാദങ്ങളാണ് LDFന് തിരിച്ചടിയാവുന്നത് എന്നാണ് സർവേ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസും പിന്നെന്താണ് അനുബന്ധ ക്രമക്കേടുകളും LDFന്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിച്ചു. മറ്റൊന്ന് ഏറ്റവും പ്രധാനം, AP സമസ്ത മുസ്ലിം ലീഗുമായി അടുത്തതും സഭകളുമായുള്ള കോൺഗ്രസിന്റെ സജീവ സമ്പർക്കവും UDFന് അനുകൂലമായ വോട്ട് ഏകീകരണത്തിന് കാരണമാകുമെന്നും സർവേ വിലയിരുത്തുന്നു. എല്ലാം വളരെ കൃത്യമാണ് കേട്ടോ, വളരെ കൃത്യമാണ്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ AP സമസ്ത ലീഗുമായി അടുത്തതൊക്കെ നല്ല തിരിച്ചടി ഉണ്ടാവും. ഏത് മണ്ഡലത്തിൽ പോലും എന്നറിയോ? ബേപ്പൂര് പൊട്ടാൻ പോകുകയാണ്. മരുമോൻ ബേപ്പൂര് പൊട്ടാൻ പോകുകയാണ്. അൻവർ നല്ല ഭൂരിപക്ഷത്തില് ജയിക്കാൻ പോവുകയാണ്. ആ രീതിയിലാണ് ബേപ്പൂരിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ കേട്ടോ. ഇനി റബ്ബർ കർഷകരുടെ പ്രതിഷേധവും വന്യജീവി ആക്രമണങ്ങളും മലയോര മേഖലയിലെ കർഷകരുടെ അതൃപ്തിയും LDF വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കും. തെക്കൻ കേരളത്തിലെ പരമ്പരാഗത LDF വോട്ടർമാരായ നെൽകർഷകർ, കശുവണ്ടി തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി UDF വിജയങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും സർവേ പറയുന്നു. ഇനി മേഖല തിരിച്ചുള്ള പ്രവചനമുണ്ട്. വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UDF വലിയ മുന്നേറ്റം നടത്തും. ആർക്കും സംശയമില്ല. എന്നാൽ കണ്ണൂരിലും പാലക്കാട്ടും തങ്ങളുടെ കോട്ടകൾ നിലനിർത്താൻ LDFന് സാധിച്ചേക്കും. എവിടെ? പാലക്കാടും കണ്ണൂരും. ഓക്കെ. മധ്യ കേരളം ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് തൃശൂർ, എറണാകുളം ജില്ലകളിൽ UDFന് കരുത്താകും. കേരള കോൺഗ്രസ് M വിഭാഗത്തിലെ ആഭ്യന്തര തർക്കങ്ങളും വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും. ഇനി തെക്കൻ കേരളത്തിലെ LDF താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ മേഖലയിലാണ്. ഇവിടെ തെക്കൻ കേരളത്തിൽ. എന്നിരുന്നാലും പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ UDF തൂത്തുവാരാൻ സാധ്യതയുണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നു. പത്തനംതിട്ട ആരുടെ ജില്ലയാണെന്ന് അറിയാം? നമ്മളെ പെടലി മന്ത്രി അല്ലെങ്കിൽ കത്തറിയ മന്ത്രി. BJPയുടെ മുന്നേറ്റം തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങാനാണ് സാധ്യത എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങാനാണ് സാധ്യത. പരമ്പരാഗത LDF വോട്ടുകൾ BJP പിടിക്കുന്നത് പലയിടത്തും UDFന് പരോക്ഷമായി ഗുണകരമാകുമെന്നും സർവേ വിലയിരുത്തുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അതായത് പരമ്പരാഗത LDF വോട്ടുകൾ
ഏതാ പരമ്പരാഗത LDF വോട്ടുകൾ? ഈഴവ വോട്ടുകളാണ്. പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഈഴവ വോട്ടുകൾ BJP പിടിക്കുന്നത് പലയിടത്തും UDFന് പരോക്ഷമായി ഗുണകരമാകുമെന്നും സർവേ പറയുന്നു. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം വരുമ്പോൾ, അതായത് CPMന്റെ പരമ്പരാഗത വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുമ്പോൾ പലയിടത്തും അപ്രതീക്ഷിതമായി UDF വിജയിക്കും എന്നൊക്കെയാണ് ഈ സർവേ പറയുന്നത്. ഏതായാലും ഇതൊന്നും ചിലപ്പോൾ അന്തംകമ്മികൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അന്തംകമ്മികൾ ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് പിണറായി നയിക്കും നയിച്ചാൽ പോരല്ലോ. മറ്റു പത്രങ്ങൾ ഇപ്പോൾ മാതൃഭൂമി അതേപോലെയാണ് പറയുന്നത്. മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെയാണ് ഇടതുമുന്നണിയെ പിണറായി നയിക്കും. മലയാള മനോരമയിൽ ഇതാ വീണ്ടും നയിക്കാൻ പിണറായി തന്നെ. ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. വീണ്ടും നയിക്കാൻ പിണറായി തന്നെ എന്നാണ് മലയാള മനോരമ പറയുന്നത്. കേരള കൗമുദി കുറേ കൂടി ആവേശത്തിലാണ്. കേരള കൗമുദി ഇതാ പിണറായി തന്നെ ക്യാപ്റ്റൻ. ഇനി മാധ്യമം 1-ാം പേജിലില്ലേ? കേരള സ്റ്റോറി കാണിക്കാം. CBIക്ക് തിരിച്ചടി. പാക് അഫ്ഗാൻ പുലരും മുമ്പേ ആരോഗ്യമന്ത്രി ആശുപത്രി വിട്ടു. അധിക ചുമതല 1-ാം പേജിലില്ല കേട്ടോ. ക്യാപ്റ്റൻ ആകും എന്നുള്ളത് 1-ാം പേജിൽ, മാധ്യമത്തിന്റെ 1-ാം പേജിലില്ല. അത് മാധ്യമത്തിന്റെ ഇടതിന്റെ ഫയർ ബ്രാൻഡ് പിണറായി. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ ഉള്ളിലുണ്ട് കേട്ടോ. ഏത് പേജില്? 5-ാം പേജിൽ. മാധ്യമത്തിന്റെ 5-ാം പേജിലുണ്ട്. ഇടതിന്റെ ഫയർ ബ്രാൻഡ് പിണറായി. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ചർച്ച തള്ളി CPM. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ചർച്ചയ്ക്ക് CPM തള്ളി. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർക്ക് സീറ്റ് തൽക്കാലം മട്ടന്നൂര് സനോജിലേക്കാണ് നോക്കുന്നത്. സീറ്റ് കൊടുക്കില്ല എന്നാണ് കണ്ണൂർ ജില്ലയിലെ ഒരു നിലപാട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ വന്നേക്കാം. ശൈലജ ടീച്ചറെ ചിലപ്പോൾ മത്സരിപ്പിച്ചേക്കാം. എന്തായാലും ഇപ്പോഴത്തെ നിലപാട് ശൈലജ ടീച്ചർക്ക് സീറ്റില്ല. പിന്നെ പെടലി മന്ത്രിക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സീറ്റ് കിട്ടിയാലും കേരളത്തിലെ ഏറ്റവും ദയനീയമായ തോൽവി പെടലി മന്ത്രിയുടേതായിരിക്കും. ആർക്കും സംശയമില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.